ചെറുപ്പത്തിൽ നമ്മൾ സിനിമകളിൽ കണ്ട എന്നാൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാത്ത നടീനടന്മാരെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഈ വീഡിയോ. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ലവ് സ്റ്റോറി. ജഗദീഷ് തിരക്കഥ എഴുതി 1986 പുറത്തിറങ്ങിയ സിനിമയാണ് ലവ് സ്റ്റോറി. ഈ സിനിമയിലെ നായകനായ ഷെഫീഖിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരുപാട് നാളുകളായി കമന്റ് ബോക്സിൽ പല ആളുകളും പറഞ്ഞിരുന്നു. ലവ് സ്റ്റോറി എന്ന സിനിമ ആ സമയത്ത് സെൻസേഷണൽ ഹിറ്റായിരുന്നു. പുതുമുഖ നടനായ ഷെഫീഖ് പ്രേക്ഷകരുടെ ഇടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അത്രയ്ക്കിഷ്ടാണോ? അതെ, ശോഭയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ ഒരുക്കമാണ്. മലയാളത്തിൽ ആദ്യമായി ഒരു നായകൻ ബ്രേക്ക് ഡാൻസ് ട്രെൻഡാക്കിയത് ഷെഫീഖ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. സൗന്ദര്യം കൊണ്ടും പ്രകടനം കൊണ്ടും അന്നത്തെ സൂപ്പർ താരമായ റഹ്മാന് വെല്ലുവിളിയാകുമായിരുന്നു ഷെഫീഖ് എന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു. 1986, 87 എന്നീ 2 വർഷങ്ങളിലായി 9 സിനിമകളിൽ ഷെഫീഖ് അഭിനയിച്ചിരുന്നു. അതിൽ 7 മലയാള സിനിമകളായിരുന്നു. എന്നാൽ ആദ്യ സിനിമ ഹിറ്റായതിനു ശേഷം പിന്നീടുള്ള സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ ഷെഫീഖിന് അവസരം കുറഞ്ഞുപോയി. എന്നാൽ 1986 തന്നെ ഷെഫീഖ് എന്ന പേര് മാറ്റി സഞ്ജയ് കുമാർ എന്ന പേരിൽ ഓടങ്ങൾ എന്ന തമിഴ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. എന്നാൽ അത് കാര്യമായി വിജയമായിരുന്നില്ല. പിന്നീട് 1990 തന്റെ ലുക്ക് മുഴുവനും മാറ്റി മീശയൊക്കെ വളർത്തി വരുൺ രാജ് എന്ന പേരിൽ തൂത്ത് പോ ചെല്ലക്കളി എന്ന തമിഴ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. അതോടൊപ്പം ഒരു ബോളിവുഡ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 4 ഭാഷകളിൽ 25ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചെങ്കിലും സിനിമകളുടെ പരാജയവും മറ്റു ചില കാരണങ്ങൾ മൂലം അദ്ദേഹത്തിന് സിനിമാ ഫീൽഡിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ 30ഓളം വർഷങ്ങളിലായി ഷെഫീഖ് എവിടെയാണെന്ന് അധികം ആർക്കും അറിയില്ല. 3 പേരുകൾ മാറ്റിയിട്ടും ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നിട്ട് പോലും ഷെഫീഖിന്റെ കരിയറിൽ ഒരു ഭാഗ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഷെഫീഖ് ഇപ്പോൾ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായി തന്റെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ബ്രേക്ക് ഡാൻസും അഭിനയവും സൗന്ദര്യവും ഉണ്ടായിട്ടും അതോടൊപ്പം ഭാഗ്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മറ്റൊരു കുഞ്ചാക്കോ ബോബനായി മാറേണ്ട വ്യക്തിയായിരുന്നു ഷെഫീഖ്. ഇന്ദ്രജാലം. 1990 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ഇന്ദ്രജാലം. സിനിമയിലെ വില്ലൻ കാർലോസ് ആണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് സിനിമയിലെ പോലീസ് ഓഫീസർ. പെരുമാറ്റം അങ്ങനെ ധരിക്കുന്നതിലും തെറ്റില്ലല്ലോ. ഇവിടുത്തെ രാജൊക്കെ ഒരു ദിവസം താങ്ങി നിർത്തുന്നു അവന്റെ പണമല്ലേ. കൊമ്പൻ മീശയും ഗാംഭീര്യ ശബ്ദവുമുള്ള ഈ ഒരു വ്യക്തിയെ പെട്ടെന്ന് ആർക്കും മറക്കാൻ കഴിയില്ല. സിനിമയിൽ പോലീസായി അഭിനയിച്ച ഇദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും ഒരു പോലീസ് ഓഫീസറാണ്. IPS റാങ്കുള്ള ഇദ്ദേഹത്തിന്റെ പേര് AT ജോസ് എന്നാണ്. ഇന്ദ്രജാലത്തിന് പുറമെ കിഴക്കൻ പത്രോസ്, ഫിംഗർ പ്രിന്റ്, മദിരാശി, മുംബൈ പോലീസ് തുടങ്ങി 6ലധികം സിനിമകളിൽ ചെറുതും വലുതുമായ റോളുകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് സിനിമയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വേഷങ്ങളെല്ലാം പോലീസ് ഓഫീസർ റോളുകളായിരുന്നു. എന്നാൽ AT ജോസ് എന്ന IPS ഓഫീസർ ഇപ്പോൾ തന്റെ റിട്ടയർമെന്റ് ജീവിതം വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കുകയാണ്. ഇൻ ഹരിഹർ നഗർ. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ സ്കൂട്ടർ ഓടിച്ചു വരുന്ന ഒരു വില്ലനെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. നീളം മുടിയും താടിയുമുള്ള ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. സിനിമകളിൽ വില്ലനായും മറ്റു ചെറിയ വേഷങ്ങളിൽ വന്നു പോകുന്ന ഈ വ്യക്തിയുടെ പേര് റഫീഖ് എന്നാണ്. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് തന്റെ യഥാർത്ഥ പേര് റഫീഖ് പറയുന്നുണ്ട്. ഹിറ്റ്ലർ, CID മൂസ, പട്ടാഭിഷേകം, സദാനന്ദന്റെ സമയം, മാസ്റ്റേഴ്സ് തുടങ്ങി 75ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ വില്ലനാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒരു പഞ്ചപാവമാണ് റഫീഖ്. വലിയ നീളൻ മുടി ഉള്ളതുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റിന്റെ വേഷങ്ങൾ നാടകങ്ങളിലും സ്റ്റേജുകളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. 400ലധികം വേദികളിൽ നാടകം അഭിനയിച്ച പരിചയം റഫീഖിനുണ്ട്. റഫീഖിന്റെ അനുജൻ റായിസ് ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 90 കാലഘട്ടങ്ങളിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച റഫീഖ് ഇപ്പോൾ അധികം മലയാള സിനിമകളിൽ അഭിനയിക്കുന്നില്ല. അദ്വൈതം. 1991 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് അദ്വൈതം. സിനിമയിലെ ഒരു കഥാപാത്രമായി അഭിനയിക്കുകയും അതോടൊപ്പം അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടെന്ന ഹിറ്റ് പാട്ടിൽ വരുന്ന നടിയാണ് സൗമ്യ എന്ന സുജാത. മലയാളത്തിൽ 3 സിനിമകൾ മാത്രമേ സൗമ്യ ചെയ്തിട്ടുള്ളൂ. അഭിനയിച്ച 3 സിനിമകളിലെ 2 സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളെല്ലാം ഹിറ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനയിക്കുമ്പോൾ സൗമ്യയ്ക്ക് വലിയൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ജനിച്ച് എന്നാൽ പിന്നീട് തമിഴ്നാട്ടിൽ വളർന്ന സൗമ്യ നടൻ ജയറാമിന്റെ ഒരു ബന്ധുവായിരുന്നു. എന്നാൽ സമീപകാലത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ ഫീൽഡിലെ ഒരു വ്യക്തിയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന വളരെ മോശം അനുഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സൗമ്യ തുറന്നു പറഞ്ഞത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. സൗന്ദര്യവും സ്ക്രീൻ പ്രസൻസും ഉണ്ടായിരുന്നെങ്കിലും ചില പ്രശ്നങ്ങൾ മൂലം കരിയറിൽ ഭാഗ്യമില്ലാതായി പോയ മറ്റൊരു നടിയാണ് സൗമ്യ എന്ന സുജാത. കഴിഞ്ഞ 30 വർഷമായി സൗമ്യ എന്ന ഡോക്ടർ സുജാത അമേരിക്കയിൽ ജീവിക്കുകയാണ്. ജോണി വാക്കർ. മമ്മൂട്ടിയുടെ എക്കാലത്തെ മികച്ച സ്റ്റൈലിഷ് സിനിമകളിൽ ഒന്നാണ് ജോണി വാക്കർ. സിനിമയിലെ കുട്ടപ്പായി എന്ന നീലകണ്ഠൻ നടരാജനെ കുറിച്ച് മുൻപൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. സിനിമയിൽ മമ്മൂട്ടിയുടെ അനുജനായി അഭിനയിച്ച വ്യക്തിയെ ആരും പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല.
ഒരു മലയാള സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചെങ്കിൽ പോലും ഇപ്പോഴും എല്ലാവരും ഓർത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ചുമ്മാ തമാശ മൂടിലല്ല, ഒരുപാട് ഇഷ്ടമായി എനിക്ക്. മമ്മൂട്ടിയുടെ അനുജനായ ബോബി എന്ന കഥാപാത്രമായി അഭിനയിച്ചത് ജീത് ഉപേന്ദ്രയാണ്. ഒരു മലയാള സിനിമ ഉൾപ്പെടെ 13 ഫീച്ചർ സിനിമകളിൽ മാത്രമാണ് ജീത് ഉപേന്ദ്ര അഭിനയിച്ചിട്ടുള്ളത്. 2008 അവസാനമായി അദ്ദേഹം ഒരു ഫീച്ചർ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ ഫീച്ചർ സിനിമകൾക്ക് പുറമെ ചെറിയ വീഡിയോ ടെലിഫിലിമുകളിലും അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ സിനിമകളിൽ ചിലത് മലയാളം ഡബ് ചെയ്ത് വരാറുണ്ട്, പക്ഷെ എല്ലാം തന്നെ ബോംബ് പടങ്ങളാണ്. ജീത് ഉപേന്ദ്ര സിനിമകളിൽ ഇപ്പോൾ അധികം അഭിനയിക്കുന്നില്ലെങ്കിൽ പോലും ചെറിയ പ്രൊഡക്ഷൻ ബിസിനസ്സുകളിലും അദ്ദേഹം സജീവമാണ്. ഒറ്റ നാണയം 2005 പുറത്തിറങ്ങിയ ഒറ്റ നാണയത്തിലൂടെ മലയാള സിനിമയിലേക്ക് നായകനായി അരങ്ങേറ്റം കുറിച്ച വ്യക്തിയാണ് ഡിനു ഡെന്നിസ്. എടാ പൊട്ട, നിന്റെ ചിപ്പിച്ചേച്ചി ഊതി വീർപ്പിച്ച ബലൂണിലെ കാറ്റ് മുഴുവൻ ബലൂൺ പൊട്ടിച്ചപ്പോ എന്റെ ചുറ്റുമായില്ലേ? പിറ്റേ വർഷം പുറത്തിറങ്ങിയ എന്നിട്ടും എന്ന സിനിമയിലും നായകനായി ഡിനു ഡെന്നിസ് അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഡിനു ഡെന്നിസ് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഡിനു ഡെന്നിസ് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനാണ്. 2002 കലൂർ ഡെന്നിസ് തിരക്കഥ എഴുതിയ പ്രണയമണി തൂവൽ എന്ന സിനിമയിലൂടെയാണ് ഡിനു ഡെന്നിസ് സിനിമയിലേക്ക് വരുന്നത്. എന്നെ ഇറക്കി വിടാൻ ഫാദർ കുളത്തിലല്ല, സാക്ഷാൽ മാർപ്പാപ്പ വന്നാലും ഒന്നും നടക്കേല. തന്റെ അച്ഛനായ കലൂർ ഡെന്നിസ് തിരക്കഥ എഴുതിയ ഒറ്റനാണയം എന്ന സിനിമയിൽ ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചെങ്കിൽ പോലും അഭിനയിച്ച 2 സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതോടുകൂടി പിന്നീട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചില്ല. സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ പാട്ടുകൾ ഗംഭീരമായിരുന്നു. ഡിനു ഡെന്നിസിന്റെ അനുജനാണ് ഡീനോ ഡെന്നിസ്. അദ്ദേഹമാണ് മമ്മൂട്ടിയുടെ പുറത്തിറങ്ങാൻ പോകുന്ന ബസൂക്ക എന്ന സിനിമയുടെ സംവിധായകൻ. എന്തായാലും ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന ഒരു നടൻ വീണ്ടും തിരിച്ചു വരുന്നത് പ്രേക്ഷകർക്ക് ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്യാം. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി 2002 രാജസേനൻ സിനിമയായിരുന്നു നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി. സിനിമയിലെ പൃഥ്വിരാജിന്റെ നായികയായിരുന്നു ഗായത്രി രഘുറാം. ഇന്നലെ രാത്രി ഒളിച്ചു വന്നെന്റെ വാതിലിൽ മുട്ടിയില്ലേ? അച്ഛൻ കാണുമെന്ന് പറഞ്ഞപ്പോ എന്നോട് എന്താ പറഞ്ഞത്? ഒരു മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ച ഗായത്രിയെ പിന്നീട് മലയാളി പ്രേക്ഷകർ അധികം കണ്ടിട്ടില്ല. ഗായത്രി രഘുറാം ഒരു നടിയും ഡാൻസ് കൊറിയോഗ്രാഫറും കൂടിയാണ്. ബൃന്ദ കല എന്നീ 2 പ്രശസ്തരായ ഡാൻസ് കൊറിയോഗ്രാഫർ ഗായത്രിയുടെ ബന്ധുക്കളാണ്. തന്റെ കരിയറിൽ 17 സിനിമകളിൽ ഗായത്രി അഭിനയിച്ചെങ്കിലും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത് ഈ മലയാള സിനിമയിൽ മാത്രമാണ്. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് പരാജയങ്ങൾ നേരിട്ട ഗായത്രി 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. എന്നാൽ അത് പക്ഷേ നടിയായിട്ടായിരുന്നില്ല, പകരം ഡാൻസ് കൊറിയോഗ്രാഫർ ആയിട്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം ഒരുപാട് ഹിറ്റ് സിനിമകൾ ഗായത്രി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ചെറിയ റോളുകൾ അഭിനയിച്ച ഗായത്രി 2016 ഒരു തമിഴ് സിനിമ സംവിധാനവും നിർമ്മാണവും ചെയ്യുകയും ഒപ്പം അതിൽ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടു. അങ്ങനെ 2021 അഭിനയം പൂർണ്ണമായി നിർത്തിയ ഗായത്രി ഇപ്പോൾ AIADMK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വുമൺ വിങ്ങിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.